കൊല്ലം പുനലൂരിൽ ഞായറാഴ്ച രാത്രി ഉരുൾപൊട്ടലുണ്ടായ കരവാളൂർ വെഞ്ചേമ്പ് പച്ചയിൽക്കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന 5ഓളം കുടുംബങ്ങൾ സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ട്. സ്ഥലത്ത് പരിശോധന നടത്തിയ ജിയോളജി വകുപ്പ് അധികൃതർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടിവാരത്ത് നിന്ന് 500ഓളം അടി ഉയരത്തിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞ നിലയിലാണെന്നും മുകളിലെ മണ്ണ് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണെന്നും പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അടിവാരത്തെ താമസക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. പച്ചയിൽക്കുന്നിന്റെ മുകളിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിജോലികൾ ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടിനോട് തൊട്ടുചേർന്നും സമീപത്തെ വീടുകളിൽ നിന്ന് 50 മീറ്റർ മാറിയുമായിരുന്നു വെള്ളപ്പാച്ചിൽ. തലനാരിഴയ്ക്കാണ് ഈ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. എന്നാൽ വെള്ളപ്പാച്ചിലിൽ ഈ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള അനന്തു ഭവനിൽ ഓമനയുടെയും കുഴിവിള പുളിമൂട്ടിൽ ചന്ദ്രയുടെയും വീട്ടിൽ വെള്ളം കയറിയിരുന്നു. ഓമനയുടെ വീടിന് മുന്നിലെ തൊഴുത്ത് നശിക്കുകയും ചെയ്തു. മഴ കനത്താൽ ഇത്തരത്തിൽ വീണ്ടും മണ്ണിടിയുന്നതിനും വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മലയിലും അടിവാരത്തുമായി 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് കൃഷി നശിച്ചത്. എത്രയധികം വിള നശിച്ചിട്ടുണ്ടെന്ന് കൃത്യമായ കണക്ക് ഇതുവരെ ആയിട്ടില്ല. കർഷകർ പരാതി നൽകുന്ന മുറയ്ക്ക് കൃത്യമായ കണക്കുകൾ പുറത്തുവരികയുള്ളൂ. ജിയോളജിക്ക് പുറമെ റവന്യൂ, കൃഷി വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക.